ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ സിസ്റ്റർ ലിയാൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ ഞാനും എൻ്റെ മമ്മിയും ഇപ്പോൾ അതിരാവിലെ 6 o'clock എണീറ്റ് വന്നിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഡെക്കറേഷൻസ് ചെയ്തു, ഗിഫ്റ്റ് റാപ്പ് ചെയ്തു, ഓക്കെ. ഇനി കുറേ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ഞങ്ങളൊരു സ്കാവഞ്ചർ ഹണ്ട് ചെയ്യുന്നുണ്ട്. ഈ സ്കാവഞ്ചർ ഹണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. അത് രാവിലെ 6 മണിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ബേർഡ്സിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നു. പിന്നെ ഗൈസ്, ഞാൻ പറഞ്ഞത് സ്കാവഞ്ചർ ഹണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ആരെങ്കിലും പോയിട്ട് കാര്യങ്ങൾ ഒളിപ്പിച്ചോക്കണം, ഗിഫ്റ്റ്സ് എല്ലാം. എന്നിട്ട് ഇപ്പത്തന്നെ പോയ ഗേൾ കണ്ടുപിടിക്കുന്നു. ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചില ഗിഫ്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ സിസ്റ്ററിന് വേണ്ടി. അവൾ അറിയാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഗൈസ്. അവളപ്പുറത്തെ റൂമിൽ കൊണ്ടുപോകുന്നുണ്ട്. അവൾ അറിയാതെ എൻ്റെ മമ്മി എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സ്കൈയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ പറ്റുന്നത്ര ഷേക്ക് ആവാതെയാണ് ചെയ്യാൻ നോക്കുന്നത്. കാരണം എനിക്ക് തണുത്തിട്ട് വയ്യ, വേഗം അകത്തോട്ട് ചെല്ലണം. അതുകൊണ്ടോ അവിടുന്ന് ഇങ്ങനെ ബ്ലെൻഡായിട്ട് മേലോട്ട് വന്നിട്ട് യെല്ലോ നല്ല രസമുണ്ട്. സൺറൈസ് ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. തണുക്കുന്നു. ഞങ്ങൾ അകത്ത് എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അകത്ത്. സോ ഗൈസ്, ഇതാണ് നമ്മൾ ഇപ്പോഴത്തേക്കിനൊക്കെ നമ്മൾ ചെയ്ത സ്റ്റേജ്. അപ്പം നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ റെസ്റ്റ് റാപ്പ് ചെയ്യണം. ഡെക്കറേഷൻസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ ഗൈസ്? ഞങ്ങൾ പോയ കടയിൽ ബാനേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടിയില്ല, ഡെക്കറേഷൻസ് ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് ഇങ്ങനത്തെ ചെറിയ ഇത് റിബൺസ് ഉണ്ടോ അതുപോലത്തെ സാധനങ്ങളെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ റിബൺ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ വേറൊരു സ്മോൾ ഡെക്കറേഷന് വേണ്ടിയാണെങ്കിൽ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഉണ്ണിക്കുട്ടീന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഞാനത് കളർ ചെയ്താണ് ഇന്ന് രാവിലെ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ സ്കാവഞ്ചർ ഹണ്ടിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് സ്കാവഞ്ചർ ഹണ്ട് മാപ്പ്. ഞാൻ കാണിച്ചേക്കുന്ന ഹാപ്പി ബർത്ത്ഡേ ഉണ്ണി സ്കാവഞ്ചർ ഹണ്ട് മാപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ ഹൗസിൻ്റെ ഇത് കാര്യങ്ങൾ മാപ്പ്. എന്നിട്ട് കാണിച്ചിട്ടുണ്ട് യുവർ ജോബ് ഇസ് ടു ഫൈൻഡ് ഓൾ 5 mystery gifts. എന്നിൻ്റെ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 floors ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ. അതുകൊണ്ട് 3rd floor കാണിച്ചു തരുന്ന കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഗുഡ് ലക്ക് സോ ഗൈസ്, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെക്കറേഷൻ. നമ്മൾ വീട്ടിൽ ചെറിയൊരു പാർട്ടിയെ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ വേറൊരു വലിയ ഹ്യൂജ് പാർട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബലൂണിൻ്റെ ആർച്ച്. ഇതുണ്ടോ? സോ ഗൈസ്, ഞാനിപ്പോഴാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് കയറി മേലോട്ട് പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഡെക്കറേഷൻ കളിച്ചിരുന്നു. ഇതുണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞ സാധനം ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ്. ബലൂൺ തൊട്ടാണ്. ഓൾമോസ്റ്റ് പഴമായി. ഞാൻ ഇങ്ങനെ സ്കിപ്പ് വന്ന് താഴേക്ക് രക്ഷിച്ചത് കാണിക്കും. ഞാൻ അങ്ങോട്ട് ഇരുന്നപ്പോഴത്തേക്കിൻ്റെ ഡോറ് കിടക്കായതുകൊണ്ട് അവളിങ്ങനെ അങ്ങോട്ട് വിടാമെന്ന് മറന്നു തരികയത്. ഞാൻ വിചാരിച്ചപ്പോൾ എനിക്കൊരിക്കലും
ഞാൻ കിച്ചതിനെ വിട്ടിരിക്കാം. എന്താ നോക്കൂ, ഓക്കെ? ഇപ്പം പോയാലേ ശരിയാവത്തില്ല. സോ ഗായ്സ്, ഞാൻ നിങ്ങളെ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നുള്ള സ്ഥലം കാണിച്ചു തരാം. സോ ഫസ്റ്റ് തിങ് നമ്മൾ എൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് ഡ്രോയറിൻ്റെ അടിയിൽ ഉണ്ടാവും. സെക്കൻഡ് തിങ് ബാഗിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി 2 കാര്യങ്ങൾ നമ്മൾ ഡൗൺ സ്റ്റേഴ്സ് വെച്ചേക്കാണ് ഗൈസ്. ഞാൻ നിങ്ങളൊരു ഇത് കാണിച്ചു തരട്ടെ കാര്യം. ഇതുണ്ടോ, സ്കൈ ഇരിക്കുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലേ, നൈറ്റ് സ്കൈ, നല്ല രസം. ഉണർന്നു പോകുന്ന കേട്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ പോയി കിടക്കാൻ പോവാൻ. മമ്മിയായിരുന്നു പേടിച്ചു, ഞാൻ അവിടെ വിളിച്ചിരിക്കും. മമ്മിയായിരുന്നു. എണീച്ചോ, ഞാൻ പോയാലോ ഞാനേ പോയിട്ട് കാണിക്കാം. സോ ഗൈസ്, നിങ്ങളിപ്പോൾ ഉണ്ണിയുടെ അഹനയുടെ അവസ്ഥ ഇപ്പോൾ കണ്ടായിരിക്കും. രണ്ടുപേരും നല്ല കൂർക്കം വിളിച്ച നോക്കുകയാണ്. മമ്മി എന്നെ വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ എണീച്ചു. അല്ലെങ്കിൽ ഞാനും അവരെ പോലെ നടക്കുന്നു. നിങ്ങളുടെ കൂടെയൊക്കെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട്. സോ ഗൈസ്, ഞാനിപ്പോൾ ഇച്ചിരി നേരം പോയി ഉറങ്ങാൻ പോവാണ്. സാധാരണ ഞാൻ 8 മണിക്കാണ് ഉറങ്ങുന്നത്. ഇപ്പം 6:34 8 o'clock അല്ല 8 മണിക്കാണ് ഞാൻ എണീക്കുന്നത്. ഇപ്പം 6:34 ആയി. അപ്പോൾ 2 hours സ്ലീപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പോയി സ്ലീപ്പ് ചെയ്തിട്ട് വരാം. അപ്പം see you guys after my sleep. Guys, ഞാൻ ഉറങ്ങാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. എനിക്ക് ആക്ച്വലി ഉറങ്ങാൻ പോകുന്നില്ല. അമ്മയോട് ചോദിക്കില്ല, ചില ഫോൺ കളിച്ചോട്ടെ. എൻ്റെ ഐപാഡ് ആണെങ്കിൽ ഞാൻ ചാർജ് ചെയ്യാൻ മറന്നു പോകും. ഇപ്പോൾ ചോദിച്ചിട്ടില്ല.
സോ ഗൈസ്, എൻ്റെ കൂടെ വേറൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരാന്ന് ഞാൻ കാണിച്ചിട്ടാം. നമ്മുടെ ഡിയർ ആർട്ടി. ആക്ച്വലി ഗൈസ്, ഇന്ന് ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ്, അഹാനയുടെ അല്ല. അപ്പം ഞാൻ നിങ്ങളൊരു മുമ്പേ പറഞ്ഞിരുന്നു. അപ്പോൾ അഹാനക്കുട്ടി ഇപ്പം നമ്മുടെ ബർത്ത്ഡേ കാര്യത്തിനെ കുറിച്ച് കാര്യങ്ങൾ ഇന്നത്തല്ലേ താഴെയിട്ടില്ല കൊച്ചേ. ഇവിടെ ബോളുള്ളതുകൊണ്ട് ഭാഗ്യം വയ്ക്കാൻ. അപ്പം ഞാനും മമ്മിയും കൂടെ ആനക്കുട്ടി എണീക്കുന്നതിന് മുമ്പേ എല്ലാ ഡെക്കറേഷൻ ചെയ്തിരുന്നു. ഞാൻ ആനക്കുട്ടിക്ക് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സ്കാവഞ്ചർ 100 വരെ. ഓക്കെ, അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ കാണണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേ. ഞാൻ ഇവിടെ വെച്ചുതരാം. ആനക്കുട്ടി ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ. പെർഫെക്റ്റ്. ഞാൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആനക്കുട്ടി ഉണ്ണിച്ചേച്ചില്ലേ, ഉണ്ണിച്ചേച്ചി ബർത്ത്ഡേക്ക് നിങ്ങൾ ഗിഫ്റ്റ് കാണിച്ചില്ലേ സീക്രട്ടായിട്ട്, നമ്മൾ സ്കാവഞ്ചർ ഹണ്ട് കൊടുക്കാൻ പോകും. മനസ്സിലായോ? ആനക്കുട്ടിക്കെല്ലാം മനസ്സിലായി. നമുക്ക് പകത്തോട്ട് പോവാം. എനിക്ക് ആനക്കുട്ടിക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ. ഇനി ഉണ്ണി എണീച്ചായിട്ടായിരിക്കും കേട്ടോ എല്ലാ വീഡിയോസും എന്ന് തോന്നുന്നു. സോ ഗൈസ്, നമ്മളാണെങ്കിൽ ഇപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതൊരു ആക്ച്വലി ഒരു ക്യൂരിയസ് ഒരു എൻഡിങ് ആണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ഞങ്ങളാണെങ്കിൽ സൂൺ ഇടുന്നതായിരിക്കും. നിങ്ങൾ പ്ലീസ് വാച്ച് ചെയ്യണം. അപ്പോൾ കാരണം ഞങ്ങൾ ഇന്ന് തന്നെ ഇടാത്ത, കാരണം വീഡിയോ കുറേ ലെങ്തി ആക്കും. ഞങ്ങൾ ഇന്ന് തന്നെ ഇടാതെ ഉണ്ട് ഗൈസ്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നത് ഔട്ട്സൈഡ് ആണെങ്കിൽ എന്തുവാ ഞങ്ങളുടെ പ്രധാന ബാക്ക്ഗ്രൗണ്ട് പ്രോ ആണ്. എന്നാൽ അകത്താണെങ്കിൽ അത്രയ്ക്ക് വെട്ടവുമില്ല. രാവിലെ ആണെങ്കിൽ വെളിയിൽ നിൽക്കുന്നത് നല്ലത്. പക്ഷെ തണുക്കുന്നേ വെളിയിൽ നിന്നിട്ട്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈ ഔട്ട്സൈഡ് ആക്ച്വലി നമ്മുടെ പ്രധാന ബാക്ക്ഗ്രൗണ്ട് പ്രോ. Comment down your opinion if the comments are turned on. So guys, നമ്മളിപ്പോൾ ഫൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് പിന്നെയും കാണാം. ബൈ.